മരിക്കണ സമയത്ത് ഏത് തമ്മാടിയാണെങ്കിലും വലിയ പ്രതീക്ഷയിൽ മരിക്കണം എന്നാണ്. ഓന് പ്രതീക്ഷ ഇല്ലെങ്കിൽ അടുത്ത് കൂടുതലൊക്കെ പ്രതീക്ഷ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ സുന്നത്തുണ്ടെന്നാണ്. മരിച്ചവർക്ക് ഇങ്ങനെ തൊള്ളിയും കാട്ടി നിന്നാ പോരാ. ഇത് പേടിച്ചണ്ട കേട്ടോ, അള്ളാഹ് റഹ്മാനാണ് കേട്ടോ. മരിക്കുകയാണെങ്കിൽ മരിച്ചൊന്നുമില്ല, മേലെ തന്നെ മരിച്ചുള്ളൂ. മരിച്ച നമുക്ക് അള്ളാൻ്റെ അടുത്തേക്കാ പോകാനുള്ളത്. അള്ളാഹ് വലിയ റഹ്മാനാണ്. ഇത് ബേജാറൊന്നും ആണ്ട് കേട്ടോ. ഒന്നും നിങ്ങൾ പറഞ്ഞു നോക്കിയോ മരിച്ചിന് അല്ലെങ്കിൽ സോക്കടായ മനുഷ്യനോട്. സോക്കടൊക്കെ ആയി ദിനങ്ങൾ എണ്ണിക്കുന്ന ആളുകളുണ്ടല്ലേ, ഓലൊക്കെ സമാധാനിപ്പിക്കണം എന്നാ. അള്ളാഹിനെ പറ്റി വലിയ പ്രതീക്ഷ കൊടുക്കണം അവർക്ക് എന്നാണ്. ആരോഗ്യമുള്ള ആളുകൾ, ഇപ്പോൾ ഞമ്മളത്തെ ആളുകളൊക്കെ ഇപ്പോൾ മരണമൊന്നും നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ പെട്ടെന്നൊന്നും. അപ്പം നമ്മൾ പേടിൻ്റെയും പ്രതീക്ഷൻ്റെ 50-50 നിൽക്കണം. 50% പേടി, 50% പ്രതീക്ഷയിലും അങ്ങനെ പോകണം. സൊക്കടായി ഇനി ഇയാൾ ബാക്കിയല്ലോ എന്ന് പറഞ്ഞ കേട്ടണ്ടല്ലോ. അപ്പോൾ പ്രതീക്ഷ മാത്രമേ ഉണ്ടാകാവൂ, പേടി ഉണ്ടാകരുതെന്നാണ് കേട്ടോ നിങ്ങൾ. ഓൻ്റെ ഇതൊക്കെ രോഗം കാണാൻ ചെന്നാൽ ഓനോട് ഇത് പറഞ്ഞു കൊടുക്കണം, നല്ല പ്രതീക്ഷ ഉണ്ടാക്കി കൊടുക്കണം. അന ഇന്ദി അബ്ദീബി, എന്നെക്കുറിച്ച് എൻ്റെ അടിമ എന്താണോ വിചാരിച്ചത് അങ്ങനെയാണ് ഞാൻ. അടിമ ഒരു ചാണെന്നിലേക്ക് അടുത്താൽ ഞാനൊരു മുഴം അടിമ എൻ്റെ അടുത്തേക്ക് വന്നാൽ ഞാനൊരു മാറ് അവൻ്റെ അടുത്തേക്ക് ചെല്ലും. മാറ് അറിയും. അടിമ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നാൽ ഞാൻ അടിമയുടെ അടുത്തേക്ക് ഓടി വരും. അങ്ങനെയുള്ളൊരു അള്ളാഹിനെ കുറിച്ചുള്ള വിചാരം. ആ അള്ളാഹ് നിമിഷം നമ്മളെ കാണുന്നു, നമ്മളെ കാത്തുരക്ഷിക്കുന്നു, നമ്മളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിചാരം. അതിൻ്റെ ഫലം എന്താണെന്നറിയോ? ഐഷബി പറയാണ് റസൂലുള്ളാഹി എപ്പോഴും അള്ളാഹിനെ ഓർമ്മയിലായിരുന്നു, എപ്പോഴും ദിക്റിലേക്കാറും. അപ്പോഴാണ് ഒരു യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ വാളൊക്കെ അവിടെ മരത്തുമ്പോൾ തൂക്കിയിട്ട് കടന്നുറങ്ങുകയാണ്. ശത്രു വന്നിട്ട് ആ വാളെടുത്തിട്ട് ഉറങ്ങി കിടക്കണം നബിനെ തട്ടി ഉണർത്തിയിട്ട്, മുഹമ്മദ് ഈ വാളിൽ നിന്ന് നിന്നെ ആര് കാക്കുന്നാണ് ചോദിക്കണത്. തങ്ങളെന്തേ പറഞ്ഞേ? ഉറങ്ങിയിട്ട് നീച്ചാൽ അള്ളാഹ് എന്നാണ് പറയാണ്. വിചാരം കണ്ടോ? അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ കണ്ടോ? നമുക്ക് ഉണ്ടാവും. അള്ളാഹ് പറയലോടുകൂടെ അവൻ്റെ കയ്യിൽ നിന്ന് വാളാണ്ട് പോയി. അതാണ് അള്ളാഹ്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി. അള്ളാന്റെ പേരുണ്ടെങ്കിൽ ഒന്നും പിന്നെ അവിടെ അങ്ങനത്തെ ഒരു അള്ള ഉണ്ട്. അള്ളയാണ് നമ്മൾ അള്ള. എന്താണ് ഏത് ഘട്ടത്തിലും കണ്ടില്ല നിങ്ങൾ? ഒരു കുലുക്കും ഒരു പതർച്ചയുണ്ടായില്ലല്ലോ. ആ സൗർ ഗുഹയിൽ ശത്രുക്കൾ ഗുഹാമുഖത്തെത്തി. സിദ്ദീഖുല്ലാന്ന് പറഞ്ഞ നബിയെ, അവന്റെ കാലുമൊക്കെ നോക്കി നമ്മളെ കാണല്ലോ. തങ്ങളെന്താ പറഞ്ഞത്? ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ, അള്ളണ്ട്. അതിനെ പറ്റി അള്ള പറയാണ്, ഇല്ലാ തൻസുറുഹു, നബിനെ നിങ്ങൾ സഹായിക്കുന്നില്ലെങ്കിലും വേണ്ട. ഫഖദ് നസറഹുല്ലാഹു, അള്ളാഹ് നബിനെ സഹായിച്ചിട്ടുണ്ട്. ഇത് അഖ്റജഹുല്ലദീന കഫറു, സത്യനിഷേധികൾ അവിടുത്തെ നാട്ടിൽ നിന്ന് ആട്ടി ഓടിച്ചപ്പോ സാനിസിനേനി രണ്ടാൾ മാത്രമായി. ഇത് ഹുമാ ഫിൽ ഗാർ, അവർ രണ്ടാളും ആ ഗുഹയിലായപ്പോൾ കൂട്ടുകാരനോട് ആ നബി പറഞ്ഞ നേരം, ലാ തഹസൻ, വ്യസനിക്കണ്ട, ഇന്നല്ലാഹ മഅനാ, നിശ്ചയം അള്ളാഹ് നമ്മളെ കൂടെ ഉണ്ട്, നമുക്കൊന്നും പറ്റാൻ പോകുന്നില്ല. അതാണ് ദിക്ർ. മറക്കാത്ത അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ. അങ്ങനെയുള്ള അള്ളാഹിനെ നമ്മൾ ഓർക്കണത്. അതാണ് നമ്മളല്ല.